പെട്ടെന്നൊരു മധുരം തിന്നാൻ തോന്നിയാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പഞ്ചസാര. പഞ്ചസാര നമുക്ക് നല്ല രീതിയിലൊന്ന് അലിയിച്ചെടുക്കണം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇളക്കുമ്പോഴത്തേനും നല്ല രീതിയിലൊന്ന് ഒട്ടുന്നൊരു പരുവത്തിൽ വരും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇതെന്തായാലും തയ്യാറായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിസ്ക്കറ്റ് എടുക്കാം. ഫ്ലേവർ കുറഞ്ഞ മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ നല്ലൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവേ. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഞാനിവിടെ ജാറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത ശേഷം പാൽ ചേർത്ത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന രീതിയിൽ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. പാകത്തിന് പാൽ ഒഴിച്ചിട്ട് വേണം കുഴക്കാനായിട്ട്. അതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബോൾസൊക്കെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോന്ന് വീതം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ രുചികരമായ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ തയ്യാറാക്കി വന്നിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ.